നമസ്കാരം. നമ്മളെല്ലാവരും ബിസ്ക്കറ്റ് കഴിക്കാറുണ്ടല്ലേ? അതിലെ ആ ചെറിയ ദ്വാരങ്ങൾ വെറുമൊരു ഡിസൈനാണെന്നാണോ നിങ്ങളും കരുതിയിരുന്നത്? എങ്കിൽ തെറ്റ്. വെറുമൊരു അലങ്കാരത്തിനപ്പുറം ആ ദ്വാരങ്ങൾക്ക് പിന്നിൽ വളരെ കൃത്യമായൊരു ശാസ്ത്രമുണ്ട്. അപ്പോൾ അതിന്റെ പിന്നിലെ രസകരമായ ആ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ എല്ലാവർക്കും തോന്നുന്ന ആ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ ദ്വാരങ്ങൾ ബിസ്ക്കറ്റിനെ ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ അല്ല. ശരിക്കും പറഞ്ഞാൽ ബിസ്ക്കറ്റ് പെർഫെക്റ്റായി ഉണ്ടാക്കുന്നതിൽ ഈ ദ്വാരങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു ഡിസൈൻ മാത്രമല്ല, മറിച്ച് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ ആവശ്യമാണ്. അതായത് ചുമ്മാ ഒരു ഭംഗിക്ക് വെച്ചതല്ല, ഒരു പെർഫെക്റ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള എഞ്ചിനീയറിംഗിലെ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗം തന്നെയാണിത്. ശരി, അപ്പോൾ എന്താണിതിന്റെ പിന്നിലെ ശാസ്ത്രം? ഈ പ്രോസസ്സിനൊരു പേരുണ്ട് കേട്ടോ, ഡോക്കിംഗ്. അതെന്താണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ, ബേക്ക് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ബിസ്ക്കറ്റിന്റെ മാവിലെ ചെറിയ ഹോളുകളിടുന്ന പ്രോസസ്സാണ് ഈ ഡോക്കിംഗ്. എന്തിനാണെന്നല്ലേ? ബേക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്റ്റീം, അതായത് ആവി, പുറത്തേക്ക് പോകാനൊരു വഴി വേണ്ടേ? അതിനാണ്. അപ്പോൾ ഒരു സംശയം വരാം, ഈ ആവി പുറത്തു പോയില്ലെങ്കിൽ എന്താണ് ഇത്ര പ്രശ്നം? ഈ ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നമാണ് ഒഴിവാക്കുന്നത്? ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ ദ്വാരങ്ങളില്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലാകും. നമ്മൾ മാവ് ഓവനിൽ വെക്കുമ്പോഴെന്ത് സംഭവിക്കും? ചൂടുകൊണ്ട് അതിനകത്ത് ആവി നിറയും. ഈ ആവിക്ക് പുറത്തേക്ക് പോകാനൊരു വഴിയുമില്ലാതാകുമ്പോൾ അത് ഉള്ളിൽ തന്നെ കിടന്ന് ബിസ്ക്കറ്റിനെ തള്ളി വീർപ്പിക്കും. ഫലമോ? ബിസ്ക്കറ്റിന്റെ ഷേപ്പ് പോകും, ചിലപ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ വ്യത്യാസം വളരെ വലുതാണ് അല്ലേ? ദ്വാരങ്ങളില്ലാതെ ബേക്ക് ചെയ്താൽ പല വലുപ്പത്തിലും പൊട്ടിപ്പൊളിഞ്ഞും ഇരിക്കുന്ന ബിസ്ക്കറ്റായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ ഡോക്കിംഗ് ചെയ്താൽ കിട്ടുന്നതോ നല്ല പരന്ന, ക്രിസ്പിയായ, ഒരേപോലത്തെ പെർഫെക്റ്റ് ബിസ്ക്കറ്റുകൾ. ഈ ഒരു ചെറിയ ടെക്നിക്ക് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് നമുക്ക് നോക്കാം. കേട്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകും. നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഈ ദ്വാരങ്ങളുള്ളതുകൊണ്ട് ചൂട് ബിസ്ക്കറ്റിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തും. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ വേവുമല്ലോ. പിന്നെ ഉള്ളിലെ ഈർപ്പം എളുപ്പത്തിൽ പുറത്തുപോകുന്നതുകൊണ്ട് ബിസ്ക്കറ്റിന് ആ നല്ല ക്രിസ്പി ടെക്സ്ചർ കിട്ടും. അതുമാത്രമല്ല, ബേക്ക് ചെയ്യുമ്പോൾ എയർ ബബിൾസ് വന്ന് ബിസ്ക്കറ്റ് പൊങ്ങിപ്പോകാതെ പരന്നായിരിക്കാനും ഇത് സഹായിക്കും. പിന്നെ ബോർബൻ പോലെയുള്ള ബിസ്ക്കറ്റുകളിൽ ഈ ഹോളുകൾ ഒരു ഭംഗി കൂടിയാണ്, അല്ലേ? അടുത്തത് ഒരു രസകരമായ കാര്യമാണ്. ഫാക്ടറികളിൽ എങ്ങനെയാണ് ഈ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നത്? നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇത് മാവിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. നല്ല സോഫ്റ്റ് മാവാണെങ്കിൽ ഡിസൈനൊക്കെയുള്ള അച്ചുകൾ ഉപയോഗിച്ച് അതിലെ ദ്വാരങ്ങളെ പ്രസ് ചെയ്തെടുക്കും. ഇനി കുറച്ചുകൂടി കട്ടിയുള്ള മാവാണെങ്കിലോ, അതിനൊരു പ്രത്യേക റോളറുണ്ട്, ഡോക്കറിംഗ് റോളർ എന്ന് പറയും. നിറയെ മുള്ളുകളുള്ള ആ റോളർ ഒരൊറ്റ തവണ ഉരുളുമ്പോഴേക്കും ആയിരക്കണക്കിന് ദ്വാരങ്ങൾ കൃത്യമായി മാവിൽ വീഴും. ഒന്ന് ആലോചിച്ചു നോക്കൂ, പണ്ടൊക്കെ ഇതെല്ലാം കൈകൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. എത്രമാത്രം സമയവും അധ്വാനവും വേണമായിരിക്കും അല്ലേ? പക്ഷെ ഇന്നാകട്ടെ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. വലിയ മെഷീനുകളും റോളറുകളും ഉപയോഗിച്ച് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. അതോടെ പ്രൊഡക്ഷൻ എത്രയോ എളുപ്പവും വേഗതയേറിയതുമായി. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഇത്രയധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ബിസ്ക്കറ്റുകൾക്ക് ആ ഒരു പ്രത്യേക രുചിയും രൂപവും കിട്ടുന്നതിൽ ഈ കുഞ്ഞൻ ദ്വാരങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഇനിയൊരു ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, അത് വെറുമൊരു ഡിസൈനല്ല, അതിന്റെ പെർഫെക്ഷന് പിന്നിലൊരു വലിയ രഹസ്യമാണ്.